കൂട്ടുകാരിപ്പം നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് വാക്കുകൾ ഞാൻ തന്നിട്ടുണ്ട്. ഈ വാക്കുകൾ എല്ലാം കൂട്ടിക്കുഴഞ്ഞിട്ടാണ് ഇതിലുള്ള അക്ഷരങ്ങൾ തന്നിട്ടുള്ളത്. അതായത് ചിലപ്പം ആദ്യത്തെ അക്ഷരം അവസാനമായിട്ടും അവസാനത്തെ അക്ഷരം നടുവിലായിട്ടൊക്കെ ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതേതാണ് വാക്ക് എന്നുള്ളത് നമ്മളിതിൽ കണ്ടുപിടിച്ച് കറക്റ്റായിട്ട് അക്ഷരങ്ങൾ എഴുതാൻ പോവാണ്. തുടങ്ങാം. ശരി, ആദ്യത്തെ വാക്ക് എന്താ എഴുതിയിരിക്കുന്നത് നോക്കിയേ. ഇത് ലാ ഇ. എന്തായിരിക്കും വരിക? ഫുള്ളും കൂട്ടിക്കുഴഞ്ഞിട്ടാണ് ഉള്ളത്, അതാണ്. ശരി, അപ്പോൾ ഇതെന്താണ്? ഇല അല്ലേ? എന്താണിത്? ഇത് ഇല. മനസ്സിലായില്ലേ? അതായത് ഞാൻ ആദ്യത്തെ അക്ഷരം അവസാനത്തെ അക്ഷരം ആദ്യം ഇട്ടിട്ട് നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചതാണ് അല്ലേ? ഇപ്പം മനസ്സിലായല്ലോ എങ്ങനെ ഇത് എഴുതുക എന്നുള്ളത്. ഇനി ഇത് നോക്കാം. എന്താ ഇതിന്? രാ മ ഉ എന്നുള്ളതിൻ്റെ ചിഹ്നവും എയും എന്താ വരിക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് എ ആദ്യം എഴുതാം നമുക്ക്. രാ ഉ, അപ്പോൾ എ രു. പിന്നുള്ളത് എന്താ? മ അല്ലേ? എന്താണ്? മ. അപ്പോൾ ഇതെന്താണ്? എ രു മ അല്ലേ? മനസ്സിലായല്ലേ കൂട്ടുകാർക്ക്? അടുത്ത നമുക്ക് നോക്കാം. ഇത് ഈൻ്റെ ചിഹ്നവും പ ല പിന്നെ ഊൻ്റെ ചിഹ്നവും തന്നിട്ടുണ്ട്. എന്താ നമുക്ക് ആലോചിച്ച് വെക്കാലോ. എന്താ വരിക? ശരി, മനസ്സിലായി. പൂ. മനസ്സിലായില്ലേ? പുലി. മനസ്സിലായോ കൂട്ടുകാർക്ക് അങ്ങനെ ഇത് എഴുതിയെന്നുള്ളത്? അപ്പോൾ ഇത് പുലി എന്ന വാക്കാണ് അല്ലേ? അടുത്ത നമുക്ക് നോക്കാം. താ വരുന്നുണ്ടല്ലേ? പിന്നെ എന്താണത്? താമര. എന്താണിത്? താമര. അടുത്തെന്താ? എന്നുള്ളത് എന്താണ്? അപ്പോൾ അത് തിരിച്ചു നമുക്ക് ഇട്ട് നോക്കിയാലോ. ആന അല്ലേ? എന്താണത്? ആന അല്ലേ? കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? അടുത്ത് നോക്കാം. അടുത്തെന്താ ഇതിന്? എന്താണത്? അങ്ങനത്തെ ഒരു വാക്കേ നമ്മൾ കേട്ടിട്ടില്ല അല്ലേ? അപ്പോൾ ഇതൊന്ന് നമുക്ക് തിരിച്ചൊന്ന് ഇട്ട് നോക്കിയാലോ. ആദ്യം എഴുതാം. പിന്നെന്താ? പിന്നെ എഴുതുന്ന. അരണയാണ് അവരിങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടുള്ളത് അല്ലേ? എല്ലാം കൂട്ടിക്കുഴച്ചിട്ടിരിക്കുന്നത്. അടുത്തെന്താ നോക്കാലോ. രണ്ട് ക ഉണ്ട്. പിന്നെ ഇൻ. എന്താ ഇത്? ഇതെന്ത് വാക്കാ? കൂട്ടരൊന്ന് ആലോചിച്ച് നോക്കിയേ. ഓക്കെ, ഇപ്പം മനസ്സിലായി. നമുക്ക് കിട്ടി ക. ഓക്കെ, ആദ്യത്തെ ക അടുത്ത്. പിന്നെ പിന്നെ കഴു. അടുത്ത ക ഇൻ. മനസ്സിലായി. കഴുകൻ എന്താണെന്നറിയില്ല? എല്ലാവർക്കും അറിയാലോ. ഭയങ്കര അപകടകാരിയായൊരു പക്ഷിയാണ് കഴുകൻ അല്ലേ? കഴുകൻ. ഇപ്പം മനസ്സിലായല്ലേ കൂട്ടുകാർക്ക് എങ്ങനെയാണ് ഈ കൂട്ടിക്കുഴഞ്ഞ വാക്കുകളിൽ നിന്ന് ശരിക്കുള്ള വാക്ക് എങ്ങനെയാണ് പുറത്തെടുക്കാമെന്ന് മനസ്സിലായില്ലേ? അപ്പം എന്താ നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത ഇനിയും കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ കൂട്ടുകാർ നല്ലോണം ശ്രദ്ധിച്ചോളണം കേട്ടോ. ഈൻ്റെ ഒരു ചിഹ്നമുണ്ട്, യാ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്താ വരിക? അതെ, കറക്റ്റ്. നോക്കാം. ഇൽ അല്ലേ? മയിലിനെല്ലാവരും കണ്ടിട്ടില്ലേ അല്ലേ? അപ്പോൾ ഇത് മയിൽ എന്ന വാക്കിനാണ് അവരിങ്ങനെ എഴുതിയത്. മനസ്സിലായല്ലോ കൂട്ടുകാർക്ക്? അടുത്ത നമുക്ക് നോക്കാം. എന്നുള്ളതിൻ്റെ ചിഹ്നവും എന്താ വരിക? അങ്ങനെ ഒരു വാക്കെന്താ ഉള്ളത്? മനസ്സിലായി. തേൾ അല്ലേ? എന്താണ്? തേളറിയില്ല? എല്ലാവർക്കും അറിയാം. ഭയങ്കര പോയ്സണുള്ളൊരു ജീവിയാണ് തേൾ. അതായത് ഒരുപാട് വിഷമുള്ളൊരു ജീവിയാണ്. അതായത്
ആ എന്നുള്ളൊരു ചിഹ്നവും മ. എന്താ വരിക? തിരിച്ചൊന്നിട്ട് നോക്കിയാലോ? മാൻ അല്ലേ? മാൻ. മാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ കൂട്ടുകാർക്ക്? അടുത്ത് നോക്കാം. വ ഉ ക ഡ. ഒന്നാലോചിക്കേ. ക ഡു വ. കടുവ. എന്താണ്? കടുവ. കടുവ. അടുത്ത് നോക്കാം. നേ പ എന്നുള്ളത് ആലോചിക്കേ. അതെ, പേന. പേന. പേന എഴുതാം അല്ലേ? എഴുതാൻ നമ്മൾ പേന ഉപയോഗിക്കുന്നത്. അടുത്തത് ഴ പ. ഒരു എന്നുള്ളതിൻ്റെ ഒരു ചിഹ്നമുണ്ട്. അപ്പോൾ അത് പ ഴം. പഴം അല്ലേ? എല്ലാവർക്കും ഇടയിൽ ഇതെന്ന് പഴം. അടുത്തെന്താ? ആ എന്നുള്ള ചിഹ്നവും ഇൽ പിന്നെ പ. എല്ലാവർക്കും അറിയാം, പാൽ അല്ലേ? എന്താണ്? പാൽ. അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കിങ്ങനെ കൂട്ടിക്കുഴഞ്ഞ് ഓരോ വാക്കുകൾ തരുമ്പോൾ അതിൽ നിന്ന് ശരിയായ വാക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ?